ഇന്നത്തെ റെസിപ്പി ഒരു മസാല ദോശയുടേതാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ മസാല ദോശ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ടൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കാം. 1/2 ടീസ്പൂൺ കടുകിട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ശേഷം ഇതിലേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചിയാണ്. ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് 2 സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ഉപ്പിടുന്ന വീഡിയോ കട്ടായിട്ടുണ്ട്. സവോള പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ഒരു 3 ഉരുളക്കിഴങ്ങുണ്ട് എടുത്ത് വെച്ചിട്ടുള്ളത്, അത് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. നല്ല ഡ്രൈ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കുക്കാക്കി എടുക്കാം. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു തവി മാവ് കോരിയിട്ട് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുക. നമ്മുടെ ദോശയുടെ ചട്ടിയുടെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് നന്നായിട്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഒന്നങ്ങ് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നെയ്യ് തടവണം. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ബ്രഷ് ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫോൾഡ് ചെയ്യാം. ഞാനിതിൽ ദോശയുടെ ബാറ്റർ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണിക്കുന്നില്ല. കാരണം ഞാനിതിന് മുന്നേ ഇഡ്ഡലി ദോശ ബാറ്ററിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.